ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് SIT സംഘം MS വീണ ഒരിക്കൽ കൂടി ചേരുന്നു. വീണ, അതായത് ഞാൻ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ശേഷം ദേവസ്വം പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് ഓർമ്മയുണ്ടാകുമല്ലോ. വാർത്താ സമ്മേളനം നടത്തി ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയായിരുന്നു എൻ വാസു. ഇതിപ്പോൾ ഒരു കാര്യവുമില്ലാതെ എങ്ങനെയാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്നത്? ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ അതേ എൻ വാസു പിന്നീട് മെയിൽ കിട്ടിയിരുന്നു എന്ന് സമ്മതിച്ചു. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ സംശയത്തിൻ്റെ മുനയിലായിരുന്നു എൻ വാസു, ഇപ്പോൾ ചോദ്യങ്ങളുടെ മുനയിലും. തീർച്ചയായും കൃഷ്ണരാജ്, കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ എൻ വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് തൊട്ട് മുന്നാലെ അന്വേഷണ സംഘം പിടികൂടിയത് സുധീഷ് കുമാറിനെ ആയിരുന്നു. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്കും മുരാരി ബാബുവിലും കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പിന്നാലെ ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുന്നു. മുരാരി ബാബുവിൽ നിന്നും സുധീഷ് കുമാറിലേക്ക് എത്തുന്നു, സുധീഷ് കുമാറിൽ നിന്ന് എൻ വാസുവിലേക്ക് എത്തുന്നു. കൃത്യമായി എൻ വാസുവിന്റെ പങ്ക് തെളിയിക്കുന്ന മൊഴിയുടെ ബന്ധപ്പെട്ട മൊഴി സുധീഷ് കുമാർ നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻ വാസുവിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അടക്കം ജനം TV ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയപ്പോൾ എൻ വാസുവും ചോദ്യമുനയിലെത്തും, അന്വേഷണ സംഘം പിടികൂടുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമ്മൾ നൽകിയത്. അതിന്റെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജനം TVയുടെ വാർത്തയുടെ അടിസ്ഥാനം, ആ വാർത്തയുടെ വസ്തുനിഷ്ഠമായിരുന്നു എന്ന് തെളിയിക്കുന്ന നടപടികൾ തന്നെയാണ് SIT സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണറായിരുന്നു, മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു, തന്റെ ഭരണകാലം കഴിയുന്നതിന് ശേഷം നടന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് അന്ന് ന്യായീകരിച്ചത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണ പോറ്റി അറിയില്ല, താൻ കണ്ടിട്ടില്ല എന്നുള്ള ന്യായവാദങ്ങളൊക്കെ നിരത്തി. പക്ഷേ ഉണ്ണികൃഷ്ണ പോറ്റി അയച്ച മെയിൽ തനിക്ക് കിട്ടിയിരുന്നു എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യം നിഷേധിച്ചുവെങ്കിലും അത്തരത്തിലുള്ള ഒരു കത്ത് കണ്ടിരുന്നു എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് അത് മാത്രമല്ല, അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് മാത്രമല്ല കട്ടിളപ്പാളി കവർച്ച കേസുമായി ബന്ധപ്പെട്ടത് സ്വർണ്ണമാണെന്ന് കൃത്യമായ ബോധ്യം ദേവസ്വം കമ്മീഷണർ. വീണ, ഞാൻ വരാം, വീണയിലേക്ക് വരാം. ഇപ്പോൾ രാജീവ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. രാജീവ്, അഭിനന്ദനങ്ങൾ. അതായത് ഇന്നലെ നമ്മുടെ പ്രധാനപ്പെട്ട തലക്കെട്ട് രാജീവിൻ്റെ ഈ വാർത്ത തന്നെയായിരുന്നു. അതായത് അന്വേഷണം എൻ വാസുവിലേക്ക്, ചോദ്യമുനയിലേക്ക് എൻ വാസു. സുധീഷ് കുമാർ എന്നയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ മുൻ CPM പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ വാസുവും കുരുക്കിലേക്ക് പോകുമെന്ന വാർത്ത രാജീവ് ഇന്നലെ നൽകിയിരുന്നു. നമ്മളത് ഇന്നലത്തെ എഡിറ്റേഴ്സ് ചോയ്സിൽ ചർച്ച ചെയ്തു എന്ന കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കൃഷ്ണരാജ്, തീർച്ചയായും എൻ വാസുവിനെ ചോദ്യം ചെയ്യാതെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെ അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരണം പ്രധാനപ്പെട്ട മൊഴികളാണ് എൻ വാസുവിനെതിരെ ലഭിച്ചിരിക്കുന്നത്. എൻ വാസു കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നൽകിയ മൊഴിയാണ്. തനിക്ക് മാത്രമല്ല ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നത്. ഈ സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയ വിവരം അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. എൻ വാസുവിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത് ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് എത്തിയത് എന്ന മൊഴി മുരാരി ബാബു നൽകിയിരുന്നു. പിന്നീടാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്, അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തത്. സുധീഷ് കുമാറിന്റെ മൊഴിയിലും എൻ വാസുവിന് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉത്തരവ് എൻ വാസുവിന്റെ അറിവോടുകൂടി തന്നെയാണ് പുറത്തിറക്കിയത് എന്നും വളരെ കൃത്യമായി സുധീഷ് കുമാർ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം തീരുമാനിക്കുകയും നമ്മൾ അത് വാർത്തയായി നൽകുകയും ചെയ്തത്. ഏതായാലും എൻ വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി എൻ വാസു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയല്ല. എൻ വാസുവിന്റെ അറിവോടെയല്ലാതെ ഇത്തരമൊരു ഉത്തരവ് ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് എത്തില്ല. കാരണം ദേവസ്വം കമ്മീഷണറായ എൻ വാസുവിന് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും കഴിയാത്ത രീതിയിലുള്ള തെളിവുകളാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. 2019 ഫെബ്രുവരിയിലാണ് ഈ ശബരിമലയിലെ കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിനായി ഉത്തരവ് ഇറക്കുന്നത്. ഈ കട്ടിളപ്പാളികൾ
കട്ടളപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. ഇതിനുശേഷം ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി 2019 മാർച്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്നു. ഈ സമയത്തും ചെമ്പ് എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് എത്തുന്നതും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ വാസുവിന് വളരെ കൃത്യമായി അറിവുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് വാസു ഇതിനെ എതിർത്തില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് നിലവിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവും സുധീഷ് കുമാറും എന്താണോ ചെയ്തത് അത് തന്നെയാണ് എൻ വാസുവും ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നിഷ്കളങ്കമായി അദ്ദേഹത്തിന് പറഞ്ഞ് ഒഴിയാൻ കഴിയുന്നതല്ല നിലവിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അത് തന്നെയാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. എൻ വാസുവിനും വളരെ കൃത്യമായ പങ്ക് ഇതിലുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അത് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. എൻ വാസുവിനും വളരെ കൃത്യമായ പങ്കുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് കൂടുതൽ അറിയില്ല എന്നൊക്കെയാണ് എൻ വാസു ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇതിനുശേഷം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഒരു കത്ത് എൻ വാസുവിന്, അതായത് ഇമെയിൽ എൻ വാസുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അയക്കുന്നത്. ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതിൻ്റെ ബാക്കി സ്വർണം തൻ്റെ കയ്യിലുണ്ട്. ആ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം ദേവസ്വം ബോർഡുമായി ചേർന്ന് നടത്താൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കത്ത് നൽകിയത്. ഈ കത്ത് ലഭിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇമെയിൽ ലഭിക്കുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസു കടന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായി ആദ്യഘട്ടം മുതൽ ഉയർന്നിരുന്നു. അതിനെ ന്യായീകരിക്കാനായിരുന്നു എൻ വാസു ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ എൻ വാസു കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. 2019 ഈ സ്വർണം ചെമ്പാക്കി മാറ്റിയപ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതിനു ശേഷം ശേഷിക്കുന്ന സ്വർണം തന്റെ കൈവശമുണ്ട് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു എൻ വാസു. അതായത് 2019 എ പത്മകുമാറായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റെങ്കിൽ ആ സമയത്ത് ദേവസ്വം കമ്മീഷണറായി എൻ വാസുവും ഉണ്ടായിരുന്നു. പിന്നീട് സംശയാസ്പദമായ രീതിയിൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എൻ വാസു എത്തുമ്പോഴാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുന്നത് എന്ന കാര്യം കൂടി വളരെ പ്രസക്തമാണ്. അതായത് ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചനയിലെ ഒരു പ്രതിയായി തന്നെ എൻ വാസു കൂടി എത്തുകയാണ്. ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നാണ് അറിയേണ്ടത്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് എൻ വാസുവിന് ഈ പങ്കിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുരാരി ബാബുവും സുധീഷ് കുമാറും നൽകിയിരിക്കുന്ന മൊഴികളാണ്. എൻ വാസുവിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരമൊരു ഗൂഢാലോചന ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത്. ഇനി കൂടുതൽ ഉന്നതരിലേക്ക് എപ്പോൾ പോകും എന്ന് മാത്രമാണ് അറിയേണ്ടത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയ മറ്റൊരു കാര്യമുണ്ട്. അതായത് SIT എൻ വാസുവിന്റെ മൊഴി, എൻ വാസു നൽകിയിരിക്കുന്ന മൊഴി ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല എങ്കിൽ കൂടിയും എൻ വാസു നമുക്കറിയാം മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അതിനു മുമ്പ് ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോഴും സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും CPM-ഉമായും വളരെ അടുപ്പം പുലർത്തിയ വ്യക്തിയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് അതിനൊക്കെ സർക്കാരിന് വേണ്ടി ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തി കൂടിയാണ് എൻ വാസു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതായുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എൻ വാസുവിനെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതും വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ ഇവിടെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ വാസുവിനെ സംരക്ഷിച്ച അന്വേഷണ സംഘത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ലഭിച്ചപ്പോൾ തന്നെ എൻ വാസുവിന്റെ പങ്കിൽ ഹൈക്കോടതി സംശയം ഉന്നയിച്ചതാണ്. എൻ വാസുവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഹൈക്കോടതി തേടിയതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ ഘട്ടത്തിൽ പറഞ്ഞത് ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് ഈ ഗൂഢാലോചനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ശബരിമലയിൽ നിന്ന് സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അതിനു മുന്നിൽ കൃത്യമായ കാര്യങ്ങളുണ്ട് എന്ന വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. ഈ ഉന്നതരുടെ പങ്ക് അക്കമിട്ട് പറയുന്ന തെളിവുകൾ തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ആർ രാജീവിലേക്ക് തിരിച്ചു വരാം, ഒപ്പം വീണയിലേക്കും. ഇങ്ങനെ ഒരു ആരോപണം വന്നു തുടങ്ങിയ സമയത്തു തന്നെ ഒരു അഴകുഴമ്പൻ മറുപടി, ഞാനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന പ്രതികരണമായിരുന്നു എൻ വാസുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് വിശദീകരിക്കാൻ ഒരു വാർത്താ സമ്മേളനം തന്നെ നടത്തുകയുണ്ടായി എൻ വാസു. അന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് എൻ്റെ കാലത്തല്ല സംഭവിച്ചത്, ഞാൻ ദേവസ്വം കമ്മീഷണറായി പടിയിറങ്ങിയ ശേഷം ദേവസ്വം പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് എന്നാണ്. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ദ്വാരപാലകരുടെ പാളി അത് അവിടെ നിന്ന് എടുക്കുന്നതും കൊണ്ടുപോകുന്നതും അത് തിരിച്ചു സ്ഥാപിക്കുന്നതും ഒക്കെ ഈ ഇടയ്ക്ക് വരുന്ന ഈ പീരീഡിലാണ്, ഞാനുള്ളപ്പോഴല്ല. 2019 ജൂലൈ 19-ാം തീയതിയാണ് ഇത് അവിടുന്ന് ഇളക്കി കൊണ്ടുപോയതായിട്ട് കാണുന്നത്. അത് തിരിച്ചു സ്ഥാപിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഈ പീരീഡിൽ ഞാൻ കമ്മീഷണറുമല്ല പ്രസിഡൻറ്റുമല്ല. ഞാൻ വെറുതെ ഇതങ്ങ് ഒഴിയാൻ വേണ്ടി പറയുന്നില്ല, ഇതിലെല്ലാം രേഖകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാഷ്വലായി
അയാൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരു കാര്യത്തിനും അയാൾ നേരിട്ട് വന്നിട്ടില്ല. അയാൾ ശബരിമലയിലെ ഈ അന്നദാനത്തിനുമൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ധാരാളം സ്പോൺസർമാർ വരുന്നുണ്ട് ശബരിമല ചെയ്യാനായിട്ട്. അതിലെ ഒരാളായിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ അടുത്ത് പോലും വന്ന് സംസാരിച്ചിട്ടില്ല. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് അറിഞ്ഞേ കൂടാ. ശരി, എൻ വാസു ദിവസങ്ങൾക്ക് മുൻപ് പ്രതികരിച്ചത് ആണിപ്പോൾ കണ്ടത്, അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. രാജീവിലേക്ക്. രാജീവ്, സുപ്രധാനമായൊരു വഴിത്തിരിവാണ്, പക്ഷേ നമ്മളിത് ഇന്നലെ വലിയ വാർത്തയായി നൽകിയതുമാണ്. എൻ വാസു കുടുങ്ങുമോ? അതായത് പത്മകുമാറിൻ്റെ പേരുണ്ട്, കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരുണ്ട്, ഒടുവിലത്തെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് വരെ ചോദ്യമുനയിലേക്കെന്ന സൂചന വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു അങ്ങനെ ചുറ്റിപ്പറ്റി നടന്ന SIT സംഘം, മാധ്യമങ്ങളുടെ നിരന്തര ഇടപെടലിനു പിന്നാലെ, ഹൈന്ദവ സംഘടനകളുടെ BJPയുടെ ഒക്കെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഉന്നതരിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കണോ? അതിൻ്റെ തുടക്കമോ വാസുവിൻ്റെ കഴുത്തിന് പിടിച്ചത്? കൃഷ്ണരാജ്, ഏതായാലും വാസുവിന് ഈ വിഷയത്തിലുള്ള പങ്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സുധീഷ് കുമാറും, ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും നൽകിയ മൊഴികളാണ്. അതായത് വാസു നേരത്തെ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൽ പറയുന്നതനുസരിച്ച് അത് ശരിയാണ്, വാസു പറയുന്നത് ശരി തന്നെയാണ്. കാരണം 2019 സെപ്റ്റംബറിൽ അദ്ദേഹം ദേവസ്വം കമ്മീഷണറോ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഈ സംഭവം നടക്കുന്നത് അവിടെയല്ല. ആദ്യം ഈ കട്ടിളപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത് 2019 മാർച്ചിലാണ്. അതിനു മുൻപ് ഈ ഗൂഢാലോചന തുടങ്ങുന്നത് 2019 ഫെബ്രുവരിയിലാണ്. അതായത് 2019 ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. അതിൽ തന്നെ ചെമ്പ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ചെമ്പ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ അന്ന് ദേവസ്വം കമ്മീഷണറായി എൻ വാസു അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല 2019 മാർച്ചിൽ ഇത് കൊണ്ടുപോകുമ്പോഴും എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇത് തന്നെയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും, ഉന്നത ഉദ്യോഗസ്ഥരും മൊഴിയായി നൽകിയിരിക്കുന്നത്. ഈ മൊഴി തന്നെയാണ് എൻ വാസുവിന് കൂടുതൽ കുരുക്കാകുന്നതും അത് തന്നെയാണ് അന്വേഷണ സംഘവും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും എൻ വാസുവിനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തന്റെ കാലത്തല്ല ഇതൊന്നും നടന്നത്, തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ അറിയില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷണ സംഘം പൂർണ്ണമായും തള്ളിക്കളയുന്നു. എൻ വാസുവിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ അന്വേഷണ സംഘം പറയുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ ഫെബ്രുവരിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇത്തരമൊരു ഉത്തരവ് പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനു 2 മാസം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത്. 1988 വിജയമല്യ ഈ സ്വർണം ശ്രീകോവിലിൽ പൊതിയുകയാണ്. ആ സമയം മുതൽ ഇങ്ങോട്ട് ഈ സ്വർണം ഇത്രയും അവിടെ ഉണ്ട് എന്ന് അറിയാവുന്ന ആളുകളാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം. എൻ വാസു ആയാലും മുരാരി ബാബു ആയാലും അതുപോലെ തന്നെ സുധീഷ് കുമാർ ആയാലും ഇവർക്കെല്ലാം ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ അറിയാവുന്ന ആളുകളാണ്. അവരെല്ലാം പിന്നീട് ഉന്നത സ്ഥാനങ്ങളിൽ ശബരിമലയിൽ എത്തിയവരാണ്. അപ്പോൾ തന്നെ ഈ ഒരു ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ ഈ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പൂശിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിൽ ഒരു അന്വേഷണം നടത്തിയില്ല? എന്തുകൊണ്ട് ആ ഉത്തരവ് യാതൊരു പരിശോധനയും കൂടാതെ ദേവസ്വം ബോർഡിലേക്ക് അയച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. ഇനി ദേവസ്വം ബോർഡിലേക്ക് വരികയാണെങ്കിൽ ബോർഡിന് വേണ്ടി സെക്രട്ടറി ഒപ്പിട്ട് ഉത്തരവ് പുറത്തിറക്കുമ്പോൾ ദേവസ്വം ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കൂടുതൽ വിശദമായ ഒരു പരിശോധന നടത്തിയില്ല? ദേവസ്വം ബോർഡ് അതിൽ പറയുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് തന്നിരിക്കുന്ന ആ രേഖകൾ നേരിട്ട് ഉത്തരവായി പുറത്തിറക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് പറയുമ്പോഴും നിലവിൽ ഈ ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ആക്ട് നേരത്തെ ജനം TV പുറത്തുവിട്ടിരുന്നു. ഹൈക്കോടതിയും അത് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആക്ടിൽ വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കേണ്ടത്, ഒരു ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകൾ എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടതെന്ന് വളരെ കൃത്യമായി തന്നെ ആ ആക്ടിൽ പറയുന്നുണ്ട്. അത് ഹൈക്കോടതി കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ ചെമ്പ് എന്നൊക്കെ പറഞ്ഞ് ഉത്തരവ് പുറത്തിറക്കുകയാണെങ്കിൽ അത് അതേപടി അംഗീകരിക്കുകയല്ല ദേവസ്വം ബോർഡുകൾ ചെയ്യേണ്ടത്. ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ കൃത്യമായി പരിശോധനകൾ നടത്താനുള്ള അധികാരമുണ്ട്. മാത്രമല്ല ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് പുറത്തിറക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ മാത്രം പഠിച്ചാൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ രീതിയിൽ ഒരു ഉത്തരവ് പുറത്തിറക്കുകയാണെങ്കിൽ
അതിൽ കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തണം. മാത്രമല്ല ദേവസ്വം സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ അധികാരം ദേവസ്വം ബോർഡിനാണ്. ആ ഘട്ടത്തിൽ തന്നെ അതിന്റെ സാങ്കേതികത്വം നമ്മൾ പറഞ്ഞതാണ്. അതായത് മന്ത്രിസഭാ യോഗം എല്ലാ ബുധനാഴ്ചയും ചേരാറുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് പങ്കെടുക്കുന്നതെങ്കിലും പിന്നീട് ഉത്തരവുകൾ പുറത്തിറക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്, വകുപ്പ് സെക്രട്ടറിമാരൊക്കെയാണ്. അപ്പോൾ ആ ഇറക്കുന്ന ഉത്തരവുകൾക്ക് വളരെ കൃത്യമായ ഉത്തരവാദിത്വം കൂടി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. ശബരിമലയിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവുകൾക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് എൻ വാസുവിനും. ഈ ശബരിമലയിൽ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ പദവിയിലിരുന്നത് എൻ വാസു ആയിരുന്നു എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു എൻ വാസു. മാത്രമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ആദ്യഘട്ടത്തിൽ എൻ വാസു. പിന്നീടും ഇങ്ങോട്ട് CPM-മായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. രാജീവ്, ഈ ബ്രാഞ്ച് അംഗമായിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റ്, ഒരുപക്ഷെ രാജീവ് തന്നെ നൽകിയ വാർത്ത ശരിവയ്ക്കും വിധമാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഈ സുധീഷ് കുമാറിന്റെ അറസ്റ്റിലൂടെയാണോ ഈ വാസുവിലേക്കുള്ള വഴി തെളിഞ്ഞത്? കൃഷ്ണരാജ, അത് മാത്രമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. സുധീഷ് കുമാറും മൊഴി നൽകി എന്നത് സത്യം തന്നെയാണ്. അതായത് എൻ വാസുവിന് കൂടി പങ്കുണ്ട്, എൻ വാസു കൂടി അറിഞ്ഞിട്ടാണ് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറങ്ങിയതെന്ന് സുധീഷ് കുമാർ മൊഴി നൽകി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. വളരെ സാങ്കേതികമായ തെളിവുകൾ നിലവിൽ എൻ വാസുവിനെതിരെ രംഗത്തുണ്ട്. കാരണം ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എൻ വാസു. എൻ വാസു അറിയാതെ ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കാൻ കഴിയില്ല. നേരത്തെ മുരാരി ബാബുവും എൻ വാസുവിനെതിരെ മൊഴി നൽകിയിരുന്നു. ആ മൊഴികൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇത്തരമൊരു നടപടികളിലേക്ക് അന്വേഷണ സംഘം പോയത്. നമ്മൾ പറഞ്ഞു വന്നതുപോലെ എൻ വാസു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് സർക്കാരിനെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ സർക്കാരിന് അപ്പുറത്തേക്ക് ഈ സംഭവത്തിൽ അന്വേഷണ സംഘത്തിന് പോകേണ്ട ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിലുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുണ്ട്. മാത്രമല്ല ഈ ഒരു സംഭവം വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ഹൈക്കോടതി നാളെ ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ഇത് തന്നെയാണ്. എൻ വാസുവിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല, അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടന്നില്ല എന്നൊരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് വരാനുള്ള എല്ലാ സാധ്യതയും അന്വേഷണ സംഘം മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് നമ്മളോട് ഈ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് എൻ വാസുവിനെ കൂടി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇനി വേണ്ടത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലാണ്. അതിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുമോ എന്നത് വളരെ പ്രസക്തമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് സർക്കാരിന് വേണ്ടി എന്തും ചെയ്യാൻ കൂട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു എൻ വാസു. അതിനുശേഷമാണ് അദ്ദേഹത്തെ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയോഗിക്കുകയും ശബരിമലയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി താനൊന്നും ചെയ്തിട്ടില്ല എന്ന എൻ വാസുവിന്റെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയാണ്. രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ എൻ വാസുവിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു. നിലവിൽ SIT-യുടെ കൈവശമുള്ള തെളിവുകളെല്ലാം എൻ വാസുവിന് എതിരാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും. വീണയിലേക്കൊന്ന് പോയി വരാം രാജീവ്. വീണ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മാറ്റം, തുടക്കം മുതൽ എല്ലാവരും SIT അന്വേഷണം ഏതു വഴിക്ക് എന്ന ചോദ്യം ഉയർത്തിയിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം തട്ടി നിന്നു. പിന്നീട് മുരാരി ബാബുവിലെത്തി. ഇപ്പോൾ സുധീഷിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്നു. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് ഇതായിരുന്നു. നോക്കൂ, ദേവസ്വം കമ്മീഷണറായി വിരമിച്ച് അധികം വൈകാതെ ദേവസ്വം പ്രസിഡന്റായി വരുന്നു എൻ വാസു. ഈ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരു പാർട്ടിക്കാരനെ ഇങ്ങനെ മാറി മാറി പ്രതിഷ്ഠിക്കണമെങ്കിൽ, അതായത് അവിടെ ഉണ്ടാകണം, ദേവസ്വം ബോർഡിൽ എൻ വാസു ഉണ്ടാകണമെന്ന തീരുമാനത്തിലേക്ക് CPM എത്തണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകുമല്ലോ. അപ്പോൾ തികച്ചും ആകസ്മികമായി സംഭവിച്ചതല്ല ഇതൊന്നും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലത്തിൻ്റെ പേരിൽ ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു പദവിയിൽ കൊണ്ട് ഇതൊക്കെ കാണിക്കാനുള്ള ധൈര്യം എൻ വാസുവിനെ ചുറ്റി നടക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ? കൃത്യമായി ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണവും പുരോഗമിക്കുന്നത്.
വിരമിച്ചതിന് ശേഷം തൊട്ട് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല നൽകുന്നു. ആ ചുമതലയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലായ സ്വയം ബോധ്യമുള്ള സാഹചര്യത്തിൽ പോലും അത് ന്യായീകരിക്കുന്ന നിലപാടിലേക്കാണ് എൻ വാസു എത്തിയത്. അതാണ് ആ വാർത്താ സമ്മേളനത്തിനടക്കം നമുക്ക് മനസ്സിലാകുന്നതും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിൽ നടത്തിയതുമൊക്കെ. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല, തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ല എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ തള്ളി പറയാൻ ശ്രമം നടത്തുമ്പോഴും കൃത്യമായിട്ടുള്ള തെളിവുകൾ എൻ വാസുവിനെതിരെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ, അതായത് ഇത്തരത്തിൽ അന്ന് തർക്കിക്കുമ്പോൾ, അതായത് മാധ്യമപ്രവർത്തകരടക്കം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ബാക്കി വന്ന സ്വർണം ഇങ്ങനെ നൽകാൻ കഴിയുക, അപ്പോഴടുത്ത് ന്യായീകരണം പറയുന്നത് അത് ബാക്കി വന്ന സ്വർണ്ണമല്ലേ, ഉണ്ണികൃഷ്ണ പോറ്റിയുടേതല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ശബരിമലയിലെ സ്വർണ്ണമാണ്, അതെങ്ങനെയാണ് സ്പോൺസർക്ക് നൽകാൻ കഴിയുക, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അത് സ്പോൺസറുടേതല്ലേ എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക. അതായത് ഉത്തരവാദിത്തം കഴിഞ്ഞുവെങ്കിൽ പോലും തന്റെ ഭരണകാലത്തായിരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഭരണം കഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും അത് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ട ബാധ്യത കൃത്യമായി എൻ വാസുവിനുണ്ട്. അതിലൊക്കെ എൻ വാസു വീഴ്ച വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കടക്കം, അതായത് കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റൊരാളെ എന്തുകൊണ്ടാണ് ആ പദവിയിലേക്ക് എത്തിക്കാതിരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. വിരമിച്ച് അധികം നാൾ വൈകുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഒരു ചുമതല നൽകുന്നു. ആ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തന്റെ ഭരണകാലം കഴിഞ്ഞിട്ടാണ്, താൻ വിരമിച്ചതിന് ശേഷമാണെന്നൊക്കെ പറയുമ്പോൾ പോലും, തന്റെ ചുമതല ഇല്ല എന്ന് പറയുമ്പോൾ പോലും തനിക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ, അറിവുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല? അത്തരത്തിലുള്ള മറച്ചുപിടിക്കലൊക്കെ, അതായത് കൃത്യമായി ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കൃത്യമായിട്ട് CPM ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മന്ത്രിമാർ കൃത്യമായും അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രി. ആ ഒരു സമയത്ത് തന്നെയാണ് എൻ വാസു വിരമിക്കുന്നതും തൊട്ടു പിന്നാലെ ഒരു ചുമതല നൽകുന്നതും. കൃത്യമായി ഈ ഒരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ കൃത്യമായും ഉയർന്ന ഉദ്യോഗസ്ഥരെ, തനിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കാതിരുന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ന്യായീകരിക്കുന്ന നിലപാടുകളാണ് എൻ വാസു നടത്തിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, എൻ വാസുവിനെതിരെയുള്ള പങ്ക് തെളിയിക്കുന്ന കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻ വാസുവിലേക്ക് എത്തിയിരിക്കുന്നത്. എൻ വാസുവിൽ നിന്ന് ഇനി അടുത്ത ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉന്നതർ ആര് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദേവസ്വം ബോർഡിലെ തന്നെ 3 ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോയിരിക്കുന്നു. ഗൂഢാലോചനയുടെ പങ്ക് പുറത്തു വരുന്നു. ഉദ്യോഗസ്ഥർ മാത്രം, ഇപ്പോൾ നിലവിലെ ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഇനിയും ഉണ്ട് ഇതിൽ ഉന്നതർ എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യമുണ്ട്, ഇതിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ട്, തന്നെ ഇരയാക്കപ്പെടുന്നു എന്ന് പലതവണ ആവർത്തിക്കുന്നതാണ് നമ്മൾ മാധ്യമപ്രവർത്തകരോടൊക്കെ പ്രതികരിക്കുമ്പോൾ നടത്തിയിട്ടുള്ളത്. ആ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് തുടർ നടപടികളിലേക്ക് SIT സംഘം കടന്നതിലൂടെ വ്യക്തമാകുന്നത്. ഇതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എൻ വാസു നടത്തിയിരിക്കുന്നത്, എൻ വാസുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ മറ്റ് ആശയവിനിമയങ്ങൾ, ഡിജിറ്റൽ പരിശോധനകളിലൊക്കെ അന്വേഷണ സംഘം കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായ തെളിവുകൾ, അതായത് കൃത്യമായി എൻ വാസുവിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ആയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു എന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരത്ത് തന്നെയാണ് എൻ വാസുവിന്റെ പ്രതികരണത്തിന് കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ശ്രമിക്കുകയാണ് കൃഷ്ണരാജ്. ശരി വീണ, രാജീവിലേക്ക് വീണ്ടും വന്നാൽ, രാജീവ്, എൻ വാസു എന്ന ദേവസ്വം പ്രസിഡന്റ് അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണറുടെ പേര്, മുൻ ദേവസ്വം പ്രസിഡന്റെയോ മുൻ ദേവസ്വം കമ്മീഷണറുടെ പേര് ഇങ്ങനെ ഉപരിതലത്തിൽ സജീവമായി ഉണ്ടായിരുന്നുവല്ലേ നേരത്തെയും. ഇവിടെയൊക്കെ നിർണായകമായത്, അതായത് വാസുവിലേക്ക് എത്തുമോ, കടകംപള്ളിയിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ പത്മകുമാറിലേക്ക് എത്തുമോ, അതൊക്കെ ഒരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ കരുതപ്പെട്ട ഒരിടത്ത് പ്രതിഷേധമുണ്ടാകുന്നു, പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം. മറുവശത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ, ഇതല്ലേ നിർണായകമായത്?
തീർച്ചയായും കൃഷ്ണരാജ്, ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന ഒരു സംഭവം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസികൾ അന്വേഷിച്ചാൽ ഇതിൽ സത്യം പുറത്തു വരില്ല. കാരണം അതിന് പരിമിതികളുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് നടന്ന കൊള്ളയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സർക്കാരിന് കീഴിലുള്ള ഏജൻസികളല്ല നടത്തേണ്ടത്, കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ ആവശ്യം ഉണ്ട്. അത് വളരെ സത്യസന്ധമായ കാര്യം തന്നെയാണ്. അതേസമയം തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഈ വിഷയത്തിൽ ഏർപ്പെടുത്തുന്നു. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അത് ഹൈക്കോടതി കൂടി തീരുമാനിച്ചിട്ടാണ് ആ ഒരു കാര്യം തീരുമാനമെടുക്കുന്നത് എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഹൈക്കോടതിയാണ് നിർദ്ദേശിക്കുന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന്. അതായത് സംസ്ഥാന പോലീസ് മേധാവിയെ കൂടി കക്ഷി ചേർത്തുകൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതിന് കാരണം ഹൈക്കോടതിക്ക് മുന്നിലുള്ള തെളിവുകളാണ്. ഹൈക്കോടതി തന്നെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വളരെ കൃത്യമായി പരിശോധിച്ചിരുന്നു. അതിൽ ഈ എൻ വാസു ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് എടുത്തു പറയുന്നില്ലെങ്കിൽ കൂടിയും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പല സംഭവങ്ങളും അതിൽ ഉണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷണം നടത്തേണ്ട സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതി തയ്യാറാക്കേണ്ട സാഹചര്യവുമുണ്ടായി. ഇത് തന്നെയാണ് അന്വേഷണ സംഘത്തെയും കുഴയ്ക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്, ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റുവാങ്ങാനുള്ള സാധ്യത, ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങാനുള്ള ഒരു സാധ്യത ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് ഇത് വിടാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് സർക്കാരിനെ ഇനിയും കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലിപ്പോൾ അന്വേഷണം പോകുമ്പോൾ എത്തി നിൽക്കുന്നത് ഒടുവിൽ വാസുവിൽ വരെയാണ്. എൻ വാസുവിന് ഇതിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്കാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മാത്രമല്ല, കട്ടളപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രതികളുമാണ്. അതുകൊണ്ട് തന്നെ അവരെയും ഇനി ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ചോദ്യം ചെയ്യാതെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി അതിനും അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധം, മുഖ്യമന്ത്രിയുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധം, ഇതിലേക്ക് കൂടി അന്വേഷണം പോയാൽ അത് സർക്കാരിനെയും CPM-നെയും കൂടുതൽ പ്രതിരോധത്തിലാക്കും. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ എത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ അത്തരം അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തിപരമായി അറിയില്ല എന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുമ്പോഴും പുറത്തു വരുന്ന ചിത്രങ്ങൾ, നമ്മൾ തന്നെ പുറത്തുവിട്ട ചിത്രങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രന് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തി മാത്രം വിചാരിച്ചാൽ ഈ രീതിയിൽ ശബരിമലയിൽ നിന്നും കോടികൾ വില വരുന്ന കട്ടളപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഒക്കെ കൊണ്ടുപോയി മാസങ്ങൾ ഉപയോഗിച്ച് മാസങ്ങൾ പലയിടത്തും പ്രദർശന വസ്തുവാക്കിയതിനു ശേഷം ഒരു കാലത്ത് തിരിച്ചെത്തിക്കുന്നു. ആ സമയത്ത് അതിലുണ്ടായിരുന്ന സ്വർണം വേർതിരിച്ചെടുത്ത് ചെമ്പിൽ സ്വർണം പൂശി തിരിച്ചെത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ അവിടെയുള്ള ചില ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാലോ നടക്കുമോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഇന്നും വളരെ ശക്തമായി ഉയരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുമ്പോഴാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള വളരെ അടുത്ത ബന്ധം പുറത്തു വരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന, അടുത്ത കാലം വരെ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വരുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളത് ആർക്കൊക്കെയാണ് എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാന ഇന്റലിജൻസ് ഓരോ ആളുകളെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകാറുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന ഇന്റലിജൻസ് ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയില്ല? എന്തുകൊണ്ടാണ് 2025, അതായത് അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നത് 2025 ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ പ്രശാന്തിന്റെ കാലപരിധിയിലാണ്. 2024 ഇതിനുള്ള ഗൂഢാലോചന വീണ്ടും തുടങ്ങുന്നത്. ആ കാര്യമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എങ്കിലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2025 പോലും മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇത്ര അടുത്ത ബന്ധമുണ്ടായത്? സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സജീവമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കെടുക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് ശരി, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വളരെ നിർണായകമായ നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്തുവരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു R രാജീവും MS വീണയും.